ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്ക് ചുറ്റുമുള്ള പ്രവൃത്തികളെ വിലയിരുത്തുക എന്നത് നമ്മളിൽ പലരുടെയും ശീലമാണ്. മറ്റുള്ളവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ബാഹ്യമായി നോക്കിയാൽ തെറ്റാണെന്ന് തോന്നിയേക്കാം. പ്രവൃത്തി ചെയ്യുന്നയാളുടെ മനോഭാവം കണക്കിലെടുക്കാതെ ഒരു പ്രവൃത്തി നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തുക സാധ്യമല്ല. അത് ശരിയുമല്ല. കാരണം പ്രവൃത്തിക്ക് പിന്നിലുള്ള മനോഭാവമാണ് ഒരു പ്രവൃത്തിയെ നല്ലതോ ചീത്തയോ ആക്കുന്നത്. ഒരമ്മ സ്വന്തം കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ അവനോട് ദേഷ്യപ്പെട്ടെങ്കിൽ അത് തൻ്റെ കുഞ്ഞ് തെറ്റുതിരുത്തി നന്നാകണമെന്നും അവൻ ഭാവിയിൽ നല്ല നിലയിൽ എത്തണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ആ ദേഷ്യത്തിൽ സ്വാർത്ഥതയില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രവൃത്തി ദോഷകരമല്ല, അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കേവലം സ്വാർത്ഥത കൊണ്ടോ വിദ്വേഷം കൊണ്ടോ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത് തെറ്റ് തന്നെയാണ്. അന്യരെ വിലയിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എത്രമാത്രം അനുഭവസമ്പന്നരും ബുദ്ധിമാന്മാരും അറിവുള്ളവരുമാണെങ്കിലും എടുത്തു ചാടി മറ്റുള്ളവരെ വിലയിരുത്തുകയോ പഴിചാരുകയോ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അവരുടെ ഭാഗം കൂടി കേൾക്കാനും അറിയാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം. കടുത്ത അപരാധം ചെയ്തവൻ എന്ന് നമ്മൾ കരുതുന്ന വ്യക്തിക്ക് പോലും സ്വയം വിശദീകരിക്കാനുള്ള അവസരം നൽകണം. മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ എല്ലാ വശവും വേണ്ട പോലെ മനസ്സിലാക്കിയ ശേഷമേ ഒരു തീരുമാനത്തിലെത്താൻ പാടുള്ളൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.